ഇത് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് ഇന്നലെ നമ്മൾ ഫാക്ടറി അധികൃതരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഓവർഹെഡ് ടാങ്കിൽ നിന്നും അണ്ടർഗ്രൗണ്ട് ടാങ്കിലേക്ക് ഏകദേശം 170 കിലോ ലിറ്റേഴ്സ് ഓഫ് ഡീസൽ ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിന് 3 ലെവലുണ്ട്. ഹൈറ്റ് ലെവൽ H, 2H, 3H എന്നിങ്ങനെ. അപ്പം Hലും 2Hലും അവർക്ക് അലാം കിട്ടി. 3H ആകുമ്പോഴത്തേനും അത് ഒരു ഓട്ടോമാറ്റിക് ക്ലോഷറിലേക്ക് വരുന്ന രീതിയിലുള്ള ആ അലാം സിസ്റ്റം വർക്ക് ചെയ്തില്ല. സോ അവരറിയാതെ പോയി. അതുകൊണ്ടാണ് ഇത് കുറച്ച് ഓവർഫ്ലോ ആയതിന് ശേഷമാണ് ഇവർ സംഭവം മനസ്സിലാക്കുന്നത്. അപ്പോഴത്തേന് കുറച്ച് പോയിട്ടുണ്ട്. അതിൻ്റെ ക്വാണ്ടിഫിക്കേഷൻ എത്ര എന്നുള്ളത് നമ്മൾക്കും കൃത്യമല്ല. സോ അത് പിന്നെ എത്രയും വേഗം കണ്ടെയ്ൻ ചെയ്യാനുള്ള നടപടികൾ കുറേ അവർ ബാരൽസിൽ കളക്ട് ചെയ്തു. ഞാൻ എണ്ണിയെടുത്തുള്ള ഒരു 10-25 ബാരൽ അവിടെ കണ്ടു. ഓക്കെ, അപ്പം അതിൻ്റെ ശേഷമുള്ളത് അവർ അഡ്സോപ്ഷൻ ടെക്നിക്ക് വെച്ചിട്ട് സ്പോഞ്ച് വെച്ചിട്ട് അഡ്സോർബ് ചെയ്തിട്ട് പിഴിഞ്ഞെടുത്ത് ബാരലിലേക്ക് കളക്ട് ചെയ്തിട്ട് അങ്ങനെ മാക്സിമം വാട്ടർ ബോഡീസിലേക്ക് പോകാതിരിക്കാനുള്ള കരുതൽ നടപടികളും പരിഹാര നടപടികളും ചെയ്യുന്നുണ്ട്. അവരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് ഇപ്പം ഇന്നലെ ഒരു ഏകദേശം കണ്ടെടുത്തോളം ഉള്ള ഫുൾ അവർ ക്ലീൻ ചെയ്തെങ്കിലും പിന്നീട് ഇങ്ങനെ കിനിഞ്ഞിറങ്ങുന്ന ഉറവ് പോലെ വരുന്ന ഡീസലുണ്ട്. അത് ആ ഡ്രെയിനിലോട്ട് ഇറങ്ങുന്നത് പബ്ലിക്കിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അവരുടെ ആശങ്ക അകറ്റുന്നതിനായിട്ട് ഇപ്പം ഒരു സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ഡ്രെയിനിൽ നിന്ന് തിരിച്ച് ആ കോമ്പൗണ്ടിൽ ഉള്ളിലേക്ക് തന്നെ പോകുന്ന രീതിയിൽ സ്ലോപ്പ് കൊടുത്തിട്ട് സക്ക് ചെയ്തെടുത്ത് തിരിച്ചെടുത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ ബോഡീസിലേക്ക് എത്താതെ റിമൂവ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വേഗം നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അണ്ടർഗ്രൗണ്ട് ടാങ്ക് കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് എംറ്റി ചെയ്തിട്ട് അതിൻ്റെ ലീക്കേജ് പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനും പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ എത്രത്തോളം ഇതിൻ്റെ എക്സ്റ്റെൻറ്റ് ഓഫ് ഇത് പടർന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചിപ്പോൾ നമുക്കറിയാമല്ലോ ഇത്രയും ദൂരം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു തോടിൽ നിന്നുള്ള ലീഗൽ സാമ്പിൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടലിലോട്ട് എത്തിച്ചേർന്നിട്ട് ഫിഷ് കിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ എത്തിയിട്ട് സാമ്പിൾ കളക്ട് ചെയ്യും.